വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കിരാത നിയമമാണ് വഖഫ് ഭേദഗതി നിയമം. ഈ നിയമത്തെ സംബന്ധിച്ച് ഇവിടെ പ്രത്യേകം പരാമർശിക്കാതെ തന്നെ ഈ നിയമം നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ പത്രദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ദൈനംദിനം മനസ്സിലാക്കുകയും അതിനെതിരെ രാജ്യത്താകമാനം ഉയർന്നു വരുന്ന പ്രതിഷേധ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുകയും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ കിരാത നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമത്തിന്റെ ന്യൂനതകൾ അക്കമിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പണ്ഡിത സഭകളടക്കമുള്ള സംഘടനാ സംവിധാനങ്ങൾ, മതേതര ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ഈ നിയമത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ന്യൂനത ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി തന്നെ പ്രത്യേകം ചില പരാമർശങ്ങളിലൂടെ താൽക്കാലികമായി ഈ നിയമം മരവിപ്പിച്ചിരിക്കുകയാണ്, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഈ മാസം 5-ാം തീയതി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ ഹർജികൾ പുനഃപരിശോധനയ്ക്ക് വരുമ്പോൾ ഇത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും സുപ്രീം കോടതിയിൽ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു പരമോന്നത നീതിപീഠം ഒരു രാജ്യത്തെ മതേതര ജനാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ പോരായ്മകളും ആ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വശങ്ങളും, അതിലുപരി രാജ്യത്താകമാനം ഇതിനെതിരെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ രാജ്യത്തുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുമൊക്കെ വളരെ ഗഹനമായി ചിന്തിച്ച് അത് പരിഹരിക്കും എന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് താൽക്കാലികമായി സമരം ഈ ചില സ്ഥലങ്ങളിലൊക്കെ ടെമ്പററിയായി നിർത്തിവെച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ നമ്മുടെ മുന്നിൽ മതന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് നേരിടുന്ന നിരവധി വിഷയങ്ങൾ, വംശീയമായും അല്ലാതെയും സംഘടനാപരമായും രാഷ്ട്രീയമായും ഒക്കെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഒരു ഫെഡറലിസവും സെക്യുലറിസവും പുലരും എന്ന് നമ്മൾ അദമ്യമായി പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യത്തെ നീതിപീഠം അത് പരിഗണനയ്ക്കെടുക്കുമ്പോൾ ഇതിനു മുമ്പ് മുന്നോട്ടുള്ള ചില ചരിത്രപരമായ വിധിന്യായങ്ങളുടെ താളുകളിലേക്ക്, നാൾവഴികളിലേക്ക് നമ്മളൊന്ന് പരതി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നിരാശയും ആശങ്കയും ഉളവാക്കുവാൻ കാരണമായിട്ടുള്ള നിരവധി വിധിന്യായങ്ങൾ ഈ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഈ അന്തിമ വിധി വരുന്നതിന് മുമ്പ് വളരെ സസൂക്ഷ്മം നമ്മൾ ഇതിനെ നിരീക്ഷിക്കുന്നത് എന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ സ്വഭാവത്തിലുള്ള എല്ലാ നേതാക്കന്മാർക്കും സംഘടനകൾക്കും ഒക്കെ ബോധ്യമുള്ള ഒരു വസ്തുത കൂടിയാണ്. ഉദാഹരണത്തിന് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി. ബാബറി മസ്ജിദ് 400 ചില്ലോളം വർഷം ഈ രാജ്യത്തെ മതന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ആരാധിച്ചിരുന്ന, അവിടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അർപ്പിച്ചിരുന്ന, സുജൂദ് ചെയ്തിരുന്ന ഒരു പള്ളി, അത് രാമക്ഷേത്രമാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളും തർക്കങ്ങളും അവസാനം അതിന്റെ താഴ്വക്കുടങ്ങൾ തല്ലി തകർത്തുകൊണ്ട് അത് അടച്ചുപൂട്ടിയിട്ടിട്ട് അവിടെ തർക്ക വിഷയമാക്കിക്കൊണ്ട് അതിനെതിരെ നടന്ന നിയമഭരണം നിയമങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവസാനം അന്തിമ വിധി വന്നപ്പോൾ അത് ക്ഷേത്രമല്ല, പള്ളി തന്നെയാണെന്നും ആ പള്ളിയിൽ മുസ്ലിങ്ങൾ ആരാധന അർപ്പിച്ചിരുന്നതാണെന്നും ബാബർ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ചിരുന്നതാണെന്നും ഒരു കാരണവശാലും ഇത് ഹൈന്ദവർ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ക്ഷേത്രമല്ല എന്നും തീരുമാനിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും അക്കമിട്ടുകൊണ്ട് അതിന് ഉപോത്ബലമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഭിഭാഷകരുടെ വാദത്തെ അത് അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും അവസാനം വന്നപ്പോൾ രാജ്യത്തിന്റെ വിശ്വാസത്തിൽ ഭൂരിപക്ഷം
ആ അവകാശവാദം ശരിയാണെങ്കിൽ പോലും അത് ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരു വളരെ വിധിവൈപരീത്യം എന്ന് തന്നെ പറയാം, വ്യത്യസ്തമായ വിചിത്രമായ ഒരു വിധിന്യായത്തിലൂടെ അത് ഹൈന്ദവ മതവിശ്വാസികൾക്ക് ക്ഷേത്രമായി തന്നെ തുറന്നു കൊടുക്കുകയും അതിന് ആശ്വാസം എന്ന നിലയിൽ കുറെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു 5 ഏക്കർ സ്ഥലം പള്ളി നിർമ്മിക്കുവാൻ വകവെച്ച് നൽകുകയും ചെയ്ത വളരെ വിചിത്രമായ, ലോകത്തെ ഞെട്ടിച്ച, മതവിശ്വാസികളെ വ്രണപ്പെടുത്തിയ, ആത്മാവിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സുജൂദ് ചെയ്യുവാനുള്ള അവകാശം നിഷേധിച്ച ഒരു വിധി നാം ചർച്ച ചെയ്യുകയും ആ വിധി പോലും ശിരസാ വഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വളരെ സമാധാനത്തോടെ അത് പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമ വിധി എന്ന നിലയിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ എന്ന നിലയിൽ അതിനെ അംഗീകരിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. പ്രത്യേകിച്ച് രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടനയും അതിന്റെ ബഹുസ്വരതയും മതേതര മൂല്യങ്ങളും ഒക്കെ അത് അംഗീകരിക്കുക എന്നുള്ള ഇസ്ലാമികമായ ആശയപരമായ തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ സംയമനം പാലിച്ചത് എങ്കിൽ തുടർന്ന് ഇങ്ങോട്ട് വരുന്ന ഓരോ തരത്തിലുള്ള ഇടപെടലുകളും നമുക്ക് വളരെയേറെ വേദന ഉളവാക്കുന്നതും നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ മുറിവേൽപ്പിക്കപ്പെടുന്നതും നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും നമ്മുടെ മതസ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് നിന്നും ആട്ടിപ്പായിക്കപ്പെടേണ്ടവരാണെന്നും രാജ്യത്തിന്റെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്നും അടിവരയിട്ടുകൊണ്ട് ന്യായാസനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 10-11 വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഹീനമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനം വഖഫ് ഭേദഗതി നിയമം എന്ന പേരിൽ ഒരു കിരാത ഭേദഗതി കൊണ്ടുവന്ന ഈ നിയമം മൂലം ഈ സമുദായത്തിന്റെ സമ്പത്തിനെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഒരു സമൂഹത്തെ വംശീയമായി നശിപ്പിക്കണമെങ്കിൽ ആ സമൂഹത്തിന്റെ സമ്പത്തിനെ ദുർബലപ്പെടുത്തണം. അതോടൊപ്പം തന്നെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ദുർബലമാവും, നിശ്ചയമാവും. അതിനപ്പുറത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിക, കോടിക്കണക്കിന് ബില്യൺ രൂപ മൂല്യമുള്ള വഖഫ് സ്വത്തുക്കൾ ഗവൺമെന്റിന് അത് അവരുടെ അമിത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ വകയിൽ വരവ് വെച്ചുകൊണ്ട് മുസ്ലിമിന്റെ സ്വത്തിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പകൽ പോലെ ബോധ്യമാവുന്ന കാര്യമാണ്. അത് കോടതിക്കും ഏറ്റവും കൂടുതൽ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും നമുക്ക് സംഘടനാ സംവിധാനത്തിലുമൊക്കെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെയുള്ള പ്രക്ഷോഭ സമരങ്ങൾ രാജ്യത്താകമാനം അലയടിച്ചു വരുന്നത് എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. നമ്മുടെ മുഖ്യാതിഥികൾ എത്താൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് നമസ്കരിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഈ യോഗം തുടരണം. അവരെ മാറി നിൽക്കുന്ന എല്ലാ ഓരോരുത്തരും നമസ്കാര ശേഷം ഈ വേദിയിലേക്ക് വന്ന് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിനായി താൽക്കാലികമായി നമുക്ക് വിരമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.